മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ബാലചന്ദ്രന്റെ മാറ്റങ്ങൾ വൈജയന്തിക്ക് വായിച്ചെടുക്കാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. പണ്ടത്തെ ആ സ്നേഹനിധിയായ മനുഷ്യനല്ല ഇപ്പോൾ. ഒരു പക്ഷേ മൗനം, അല്ലെങ്കിൽ പിന്നെ കുത്തി നോവിക്കുന്ന ചില വർത്തമാനങ്ങൾ, അമിതമായ മദ്യപാനം. അയാളുടെ കണ്ണുകളിലെവിടെയോ ഒരു കനലെരിയുന്നത് വൈജയന്തി ഭയത്തോടെ തിരിച്ചറിഞ്ഞു. ബാലചന്ദ്രൻ പറയുന്നത്, നീ മറ്റുള്ളവരെങ്ങനെ കുറ്റം പറയുന്നതിന് മുൻപ് സ്വന്തം ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കു വൈജയെ. അന്നും മദ്യത്തിന്റെ ലഹരിയിൽ അയാൾ അത് വിളിച്ചു പറഞ്ഞു. വൈജയന്തിയുടെ മനസ്സിൽ ഒരു തീക്കണൽ മിന്നി. ബാലേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത്? അവളുടെ സ്വരം നേർത്തിരുന്നു. അയാളൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. ഒന്നുമില്ല, ഞാൻ ഗൾഫിലായിരുന്ന ആ 3 വർഷം നീ ഇവിടെ ഒറ്റക്കായിരുന്നല്ലോ. ആ സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് എങ്ങനെ അറിയാനാ? അങ്ങനെയുള്ള നീ ഏതായാലും മറ്റുള്ളവരുടെ ചാരിത്രത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വരരുത്. ബാലചന്ദ്രന്റെ വാക്ക് കേട്ടപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് ചെവിയിൽ മുഴങ്ങുന്നത് പോലെ തോന്നി. ഇല്ല, ബാലേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ പിന്നെ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരണം. ഈ വീട് ഇതിനോടകം തന്നെ കത്തി അമർന്നേനെ. എന്നാലും എന്തായിരിക്കും ബാലചന്ദ്രന്റെ ഈ മാറ്റത്തിന് കാരണം? അവളുടെ ചിന്തകൾക്ക് ഭംഗം വരുത്തിക്കൊണ്ട് തന്നെ അലീനയുടെ മുഖം മനസ്സിലേക്ക് വന്നു. ആ വീട്ടിൽ വേലക്കാരിയായി വന്ന് താൻ തന്നെ അപവാദം പറഞ്ഞ് ആട്ടിയിറക്കിയ ആ പെൺകുട്ടി, അവൾ വന്ന നാൾ മുതൽക്കാണ് ഈ വീട്ടിലെ മനസ്സമാധാനം നഷ്ടപ്പെട്ടതെന്ന് വൈജയന്തി സ്വന്തം വിശ്വസിച്ചു. പക്ഷേ അവൾ പോയിട്ടും ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് മനസ്സിൻ്റെ കോണിൽ ഒരു ചോദ്യം ഉയർന്നു. ബാലചന്ദ്രൻ ഇപ്പോൾ അലീനയെക്കുറിച്ച് രഹസ്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് വൈജയന്തി അറിഞ്ഞിരുന്നില്ല. അവൾ അനാഥയല്ല, അവൾക്കൊരു അച്ഛനുണ്ട്. അത് കണ്ടുപിടിക്കണം. അയാൾ തന്നോട് തന്നെ പലവട്ടം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഒരു ദിവസം മുത്തശ്ശി ബാലചന്ദ്രനെ അരികിലേക്ക് വിളിപ്പിച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ബാല നിനക്ക് പറ്റിയത്? നീ ആകെ മാറിയല്ലോ. വൈജയന്തിയോട് നിനക്കിപ്പോൾ പണ്ടത്തെ സ്നേഹമൊന്നുമില്ലേ? 22 വർഷം നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞവരല്ലേ? അത് കേട്ടതോടുകൂടി തന്നെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ട് മുത്തശ്ശിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതെ, 22 വർഷം. 22 വർഷം തന്നെയാണ് ഞാൻ അവളെ സഹിച്ചത്. അവളെ ഞാൻ 22 വർഷം സഹിച്ചത് അവൾ എൻ്റേത് മാത്രമാണെന്ന ഒരൊറ്റ വിശ്വാസത്തിലാണ്. ആ വിശ്വാസമാണ് നിങ്ങളെല്ലാവരും കൂടി ഇല്ലാതാക്കിയത്. നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുമായിരുന്നില്ലേ? ബാലചന്ദ്രൻ്റെ വാക്ക് കേട്ടതോടുകൂടി തന്നെ മുത്തശ്ശി ആകെ ഞെട്ടി. എന്തൊക്കെയാ ബാല നീ ഈ വിളിച്ചു പറയുന്നത്? നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ ബാലചന്ദ്രൻ പറഞ്ഞത്, എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ഇനിയുള്ള എൻ്റെ ജീവിതം ഒരിക്കലും പഴയതുപോലെയൊന്നും ആവില്ല. വിശ്വാസം അതാണ് തകർന്നു പോയത്. ഇനി ഒരിക്കലും എനിക്കവളെ വേണ്ട. എനിക്കിനി ഒരിക്കലും അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടോ ബാലചന്ദ്രൻ അവിടെ നിന്നും പടിയിറങ്ങി പോകുന്നത്. അത് കേട്ടതോടുകൂടി തന്നെ മുത്തശ്ശിക്ക് ആകെ സങ്കടമായിരിക്കും. മുത്തശ്ശി ഓടിച്ചെന്ന് ഈ ഒരു കാര്യം വൈജയന്തിയെ അറിയിക്കും. മോളെ, അവൻ എന്തൊക്കെയോ എന്നോട് പറഞ്ഞിട്ട് പോയി. അവൻ എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. മോളെ, നീ ഒന്ന് സൂക്ഷിക്കണമെന്നൊക്കെ പറയട്ടെ മുത്തശ്ശി. മുത്തശ്ശിയുടെ വാക്ക് കേട്ടതോടുകൂടി തന്നെ വൈജയന്തിയുടെ അവസാനത്തെ ധൈര്യവും ചോർന്നുപോയി. അവൾ ഉടനെ തന്നെ ഗംഗാധര മേനോനെ വിളിച്ചു. ഇല്ല ചേട്ടാ, ബാലേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ നിങ്ങൾ എന്നെ എല്ലാം അറിയിക്കില്ലായിരുന്നോ? അവൾ സ്വയം സമാധാനിക്കാൻ ശ്രമിച്ചു. പക്ഷേ വിധി അവൾക്ക് കാത്തുവെച്ചത് മറ്റൊരു തിരിച്ചടിയായിരുന്നു. അന്ന് രാത്രി ബാലചന്ദ്രൻ പതിവിലും വൈകിട്ടാണ് വീട്ടിലേക്ക് വന്നത്. മുറിയിൽ കാത്തിരിക്കുന്ന വൈജയന്തിയുടെ അരികിലേക്ക് അയാൾ വന്നു. ഇത്തവണ അയാളുടെ കണ്ണുകളിൽ ലഹരിയായിരുന്നില്ല, ആളിക്കത്തുന്ന ഒരു വേദനയും കോപവുമായിരുന്നു. എന്തിനാ ബാലേട്ട എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചു. ബാലചന്ദ്രൻ അവളുടെ നേർക്ക് തിരിഞ്ഞ് അയാളുടെ ശബ്ദം ഒരുപാട് ദൂരെ നിന്നതുപോലെ മുഴങ്ങി. നീ തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ വൈജയന്തി. 22 വർഷം നീ എന്നെ ചതിക്കുമായിരുന്നു. ഒരു കുറ്റബോധവുമില്ലാതെ എല്ലാം അഭിനയിച്ച് നീ എൻ്റെ കൂടെ ജീവിച്ചു. അത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തി ആകെ പേടിച്ചു പോവും. എന്താ ഈ പറയുന്നത്? അവൾക്ക് പറയാൻ വാക്ക് പോലും കിട്ടിയില്ല. ബാലചന്ദ്രൻ പറഞ്ഞിട്ട്, 22 വർഷങ്ങൾക്ക് മുൻപ് നീ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചതല്ലേ? ബാലചന്ദ്രൻ്റെ വാക്ക് കേട്ടതോടുകൂടി തന്നെ വൈജയന്തിയുടെ ലോകം ഒരു നിമിഷത്തേക്ക് നിലച്ചു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ബാലചന്ദ്രൻ തുടർന്നു. എന്നിട്ട് നീ ഒന്നും അറിയാത്തവളെ പോലെ എൻ്റെ മുന്നിൽ വന്നു നിന്നു. എന്നെ വിവാഹം കഴിച്ചു. നമ്മുടെ 3 മക്കളെ പ്രസവിച്ചു. നിനക്കെങ്ങനെ തോന്നി ഈ ബാലചന്ദ്രനെ ചതിക്കാൻ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നമ്മുടെ മക്കൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അയാളുടെ ശബ്ദം ഇടറിയിരുന്നു. നിനക്ക് വിവാഹത്തിന് മുൻപെങ്കിലും ഈ സത്യമെല്ലാം എന്നോട് തുറന്നു പറയാമായിരുന്നു. എങ്കിൽ പിന്നെ ഞാൻ നിന്നോട് ക്ഷമിച്ചേനെ. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയെങ്കിലും. അപ്പോഴേക്കും നീ മറച്ചു വെച്ചു. നീയും നിന്റെ വീട്ടുകാരോടൊപ്പം ചേർന്ന് എന്നെ ഒരു കോമാളിയാക്കുകയായിരുന്നു അല്ലേ? ഇത്രനാൾ നീ കണ്ടത് അതിൻ്റെ പ്രതിഷേധമാണ്.
നീ ഇഞ്ചിഞ്ചായി ഈ വേദന അറിയണമായിരുന്നു. ബാലചന്ദ്രന്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിനെ വൈജയന്തി തറയിലേക്ക് ഊർന്നിരുന്നു. കണ്ണുനീര് പോലും പുറത്തു വരാൻ കഴിയാത്ത വിധം അവൾ മരവിച്ചിരുന്നു. നിന്റെ മകൾ അവൾ എവിടെയാണെന്ന് നിനക്കറിയണ്ടേ? ബാലചന്ദ്രൻ തുടർന്നു. അവൾ ഇത്ര കാലം നിന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. നീ തിരിച്ചറിഞ്ഞില്ലല്ലോ. അതാണ് നിനക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ. അന്നേരം വൈജയന്തിക്കൊന്നും മനസ്സിലാവാതെ ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് ബാലചന്ദ്രൻ പറയുന്നത്, നീ ആട്ടിത്തുപ്പിയ പല അവിഹിത കഥകളും മെനഞ്ഞ് നീ വെറുത്ത അവളുണ്ടല്ലോ, ആ അലീനയാണ് നിന്റെ മകൾ എന്ന് പറയാണ് ബാലചന്ദ്രൻ. അന്നേരം വൈജയന്തി ശ്വാസം എടുക്കാൻ പോലും മറന്നു. അതെ, അവളാണ് നീ നൊന്തു പ്രസവിച്ച നിന്റെ സ്വന്തം മകൾ. 10-22 വർഷം മുൻപ് നീ ഉപേക്ഷിച്ച നിന്റെ സ്വന്തം മകൾ. ആ വാക്കുകൾ ഒരു ഇടിമുഴക്കം പോലെ ആ മുറിയിൽ തങ്ങി നിന്നു. വൈജയന്തിയുടെ തൊണ്ടയിൽ നിന്നും ഒരു നേർത്ത ഞെരക്കം മാത്രം പുറത്തു വന്നു. അലീന, തൻ്റെ മകൾ, താൻ ദ്രോഹിച്ച, താൻ അപമാനിച്ച തൻ്റെ സ്വന്തം രക്തം. അവളുടെ മനസ്സിലേക്ക് അലീനയോട് കാണിച്ച ക്രൂരതകൾ ഓരോന്നോരോന്നായി ഓടിയെത്തി. ഇനി നിന്നെ എനിക്ക് വേണ്ട. നീ ഒരു ഉഴുപ്പ് ഭാണ്ഡമാണ്. സത്യമറിഞ്ഞ അന്നു മുതൽ ഞാൻ നിന്റെ കൂടെയല്ല കിടക്കുന്നത്. എടി, നീ എന്താടി കരുതിയത്? കാലാകാലം നിനക്കെന്നെ വിഡ്ഢിയാക്കാമെന്നോ? ബാലചന്ദ്രൻ വാതിലങ്ങ് കൊട്ടിയടച്ച് പുറത്തേക്ക് പോയി. അന്നേരം വൈജയന്തിക്ക് ചുറ്റും എല്ലാം കറങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി. താൻ ചതിക്കപ്പെട്ടു. സ്വന്തം അച്ഛനും അമ്മയും ഏട്ടന്മാരും അവരെല്ലാവരും തന്നെയും ചതിക്കുമായിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് ആ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ്. ജീവനോടെ ഉണ്ടായിട്ടും തൻ്റെ മകൾ, അവൾ തൻ്റെ മുന്നിൽ വന്നിട്ട് പോലും ഒരു വേലക്കാരിയെ പോലെ തൻ്റെ കൂടെ നിന്നു. താൻ അവളോട് എത്രമാത്രം ക്രൂരതയാണ് കാണിച്ചത്, എത്രമാത്രം വെറുപ്പോടുകൂടിയാണ് അവളോട് സംസാരിച്ചത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വൈജയന്തിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നാണ്. അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ അലറിക്കരഞ്ഞു. ഇല്ല, എനിക്ക് ജീവിക്കാൻ അർഹതയില്ല. ഞാൻ ബാലേട്ടനെ ചതിച്ചു, എൻ്റെ മക്കളെ ചതിച്ചു. എൻ്റെ മോളെ, എൻ്റെ പൊന്നുമോളെ അലീനെ, ഇത്ര കാലം നീ എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഞാൻ നിന്നെ തിരിച്ചറിയുന്നില്ലല്ലോ. അതെ, ഞാൻ അവളോട് ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ്. വിവാഹത്തിനു മുൻപ് എനിക്ക് സംഭവിച്ചൊരബദ്ധം. ലാലിച്ചൻ എന്നയാൾ ശരിക്കും എന്നെ ചതിക്കുമായിരുന്നു. ആ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നാണ് അന്ന് ഞാൻ ബാലചന്ദ്രനോട് എല്ലാം മറച്ചു വെച്ചത്. പക്ഷേ എല്ലാവരും കൂടി തന്നെ ചതിക്കുമായിരുന്നു. ഒട്ടും സഹിക്കാൻ കഴിയാതെ വൈജയന്തി പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് നേരെ ഗംഗാധരനെ വിളിച്ചു. എല്ലാം അറിഞ്ഞിട്ടും നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചതാണല്ലേ? ഏട്ടാ, ഞാൻ പ്രസവിച്ച് എൻ്റെ കുഞ്ഞ്, അവൾ മരിച്ചിട്ടില്ല. 22 വർഷങ്ങൾക്ക് ശേഷം അവൾ എൻ്റെ വീട്ടിൽ വേലക്കാരിയായി വന്നു. എന്നാൽ പാവം, അവൾ എൻ്റെ മോളാണെന്ന സത്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ അവളെ എന്തൊക്കെയോ പറഞ്ഞു. എത്രമാത്രം ഞാൻ അവളെ ദ്രോഹിച്ചു എന്നറിയാമോ? എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങളാണ്. നിങ്ങളെല്ലാവരും എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വൈജയന്തി അലമുറയിട്ട് കരയും. ഇനി ഏതായാലും ഈ വൈജയെ നിങ്ങൾ ജീവനോടെ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ അവൾ ഫോൺ കട്ട് ചെയ്യുന്നത്. അതിനുശേഷം വൈജയന്തി ഒരു കടുത്ത തീരുമാനമെടുത്തു. ഇനി താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇനി താൻ എങ്ങനെ സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കും? എങ്ങനെ ബാലേട്ടനോട് മാപ്പ് ചോദിക്കും? മരിക്കുന്നതിന് മുൻപ് സ്വന്തം മോളെ ഒരു നോക്ക് കാണണമെന്നുണ്ട്. പക്ഷേ വേണ്ട, ഈ മുറിയിൽ നിന്നും താൻ ഇനി പുറത്തിറങ്ങുന്നത് തൻ്റെ ശവശരീരമായിരിക്കണം. വൈജയന്തി പെട്ടെന്ന് തന്നെ മേശപ്പുറത്തു നിന്നും ഒരു പേപ്പർ എടുത്തു. അപ്പോഴേക്കും അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. വൈജയന്തി ഒരു കത്തെന്ന പോലെ എഴുതി വെച്ചു. ബാലേട്ട, എനിക്ക് മാപ്പ് തരണം. അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അതെല്ലാം മറച്ചു വെച്ചത്. ഈ ജന്മത്തിൽ ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഇത്രേ ഭാഗ്യമുള്ളൂ. അടുത്തത് മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മോളെ അലീനെ, ഈ അമ്മയെ നീ വെറുക്കരുത്. നൊന്ത് പ്രസവിച്ചെങ്കിലും നിന്നെ എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ. മോൾ എന്നോട് മാപ്പാക്കണമെന്നായിരിക്കും അലീനക്കുള്ള കത്ത്. മറ്റു മക്കൾക്കായി കുറച്ച് വാക്കുകൾ കൂടി എഴുതി ചേർത്തു. അതിനുശേഷം അവൾ മേശപ്പുറത്തിരിക്കുന്ന ആ ഒരു ഫാമിലി ഫോട്ടോ കയ്യിലെടുത്തു. 22 വർഷത്തെ സന്തോഷമുള്ള ജീവിതം തൻ്റെ ഒരൊറ്റ തെറ്റുകൊണ്ട് എല്ലാം തകർന്നിരിക്കുന്നു. അവൾ നേരെ ബാത്റൂമിലേക്ക് നടന്നു. മേശവലിപ്പിൽ നിന്ന് കിട്ടിയ ഒരു ബ്ലേഡ് എടുത്ത് അവൾ കയ്യിലെ ഞരമ്പ് മുറിച്ചു. കടും ചുവപ്പിലുള്ള രക്തം ഒരു ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ഇറ്റിറ്റ് വീഴുന്നു. വേദനയേക്കാൾ വലിയൊരു മരവിപ്പ് അവളെ പൊതിയുന്നത് വൈജയന്തി തിരിച്ചറിഞ്ഞു. പതുക്കെ അവളുടെ ബോധം മറഞ്ഞുപോയി. ഇതേ സമയത്തിന് ബാലചന്ദ്രനാണെങ്കിൽ അലീനയെ ഫോണിൽ വിളിക്കുകയായിരുന്നു. മോളെ, ഞാൻ നിന്റെ അമ്മയോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. അത് കേട്ടതോടെ അലീനക്കൊരു ഞെട്ടലായിരിക്കും. അയ്യോ, എന്തിനാ അച്ഛാ ഇപ്പം എല്ലാം പറഞ്ഞത്? അമ്മ ഒരുപാട് വേദനിച്ച് കാണില്ലേ? എനിക്ക് എൻ്റെ അമ്മയോട് യാതൊരുവിധ ദേഷ്യവുമില്ല. ഞാൻ സ്വന്തം മകളാണെന്ന് അറിയാത്തതുകൊണ്ടല്ലേ എന്നോട് അമ്മ അങ്ങനെയൊക്കെ പെരുമാറിയത്. എന്നെങ്കിലും അമ്മ എന്നെ മനസ്സിലാക്കും. ഞാൻ മകളാണെന്ന് തിരിച്ചറിഞ്ഞ എൻ്റെ അമ്മ ഏതായാലും എന്നെ അംഗീകരിക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ അലീനയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു.
ബാലചന്ദ്രൻ പറഞ്ഞിട്ട് നീ എന്നെ അച്ചാന്ന് വിളിക്കുന്നത് കേൾക്കാൻ തന്നെ എന്ത് രസമാ മോളെ. എനിക്കിപ്പോൾ 3 അല്ല 4 മക്കളാണ്. അതിൽ മൂത്ത മകളാണ് നീ. എന്നാൽ അലീന അതൊന്നും തന്നെ ചെവിക്കൊള്ളുന്നില്ല. അലീനക്ക് ആകെ ടെൻഷനാവാണ്. അലീന പറയുന്നുണ്ട് അച്ഛൻ അമ്മയൊന്ന് വിളിച്ചു നോക്ക്, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും അച്ഛൻ അമ്മയൊന്ന് വിളിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞ് അലീന അപേക്ഷിക്കും. അങ്ങനെ ബാലചന്ദ്രൻ വൈജയന്തിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും വൈജയന്തി കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. വീണ്ടും വിളിക്കുന്ന സമയത്തിന് പ്രതികരണമൊന്നുമില്ല. കോൾ അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ ഉള്ളിൽ ഭയം മുളപൊട്ടി. അലീന അവൾ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. വൈജയന്തിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോട് കൂടെ ആയിരിക്കട്ടെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുന്നത്. അലീനയുടെ മനസ്സിലും ആകെ ടെൻഷനായിരിക്കും. അതുകൊണ്ട് തന്നെ അവളും അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. വൈജയന്തിയുടെ കാറാണെങ്കിൽ പോർച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ വൈജയന്തി എങ്ങോട്ടേക്കും പോയിട്ടില്ല എന്ന് മനസ്സിലായി. ബാലചന്ദ്രൻ അകത്തേക്ക് കയറിയതോടുകൂടി തന്നെ അയാൾ അലറി വിളിച്ചു. മറുപടി ഇല്ലാതായപ്പോൾ കിടപ്പുമുറിയുടെ വാതിൽ തള്ളി തുറന്നു. മുറി ശൂന്യമായിരുന്നു. പക്ഷേ ബാത്റൂമിൻ്റെ അടിയിലൂടെ ഒഴുകിവരുന്ന വെള്ളത്തിന് നേരിയ ചുവപ്പ് നിറം. ബാലചന്ദ്രൻ്റെ നെഞ്ച് പിളർന്നുപോയി. അയാൾ സർവ്വശക്തിയുമെടുത്ത് ബാത്റൂമിൻ്റെ വാതിൽ ചവിട്ടി തുറന്നു. രക്തം നിറഞ്ഞു തുടങ്ങിയ ബക്കറ്റിലേക്ക് കൈ മുറിഞ്ഞ് ബോധരഹിതയായി കിടക്കുന്ന വൈജയന്തിയാണ് അയാൾ കാണുന്നത്. വൈജയെ ഒരു അലർച്ചയോടെ അയാൾ അവളെ വാരിയെടുത്തു. എന്തിനാണ് നീ ഈ അബദ്ധം കാണിച്ചത്? ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടെങ്കിലും നീയില്ലാത്തൊരു ലോകം എനിക്കുണ്ടോ? 12 വർഷമായി നീ എന്നോട് ഇതൊന്നും തുറന്നു പറയാത്തതിൻ്റെ വേദന കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത്. എന്തിനാ വൈജയെ നീ എന്നെ ഇങ്ങനെ തനിച്ചാക്കാൻ നോക്കിയത്? വൈജയന്തിയുടെ അവസ്ഥ കണ്ടുകൊടുത്തിന് അയാൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ പൊട്ടിക്കരയാൻ തുടങ്ങും. ഉടനെ തന്നെ ഒരു തുണിയെടുത്ത് അവളുടെ കയ്യിലെ മുറിവ് കെട്ടി ആംബുലൻസിനെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ബാലചന്ദ്രൻ ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഡോക്ടറുടെ വാക്കുകൾ അയാളുടെ ചെവിയിൽ മുഴങ്ങി. നന്നായി ബ്ലഡ് പോയിട്ടുണ്ട്. ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും പഴയതുപോലെ ആകുമോ എന്ന് പറയാൻ പറ്റില്ല. അത് കേട്ടതോടുകൂടി തന്നെ ബാലചന്ദ്രന് ഭയങ്കര സങ്കടമായിരിക്കും. ബാലചന്ദ്രൻ പറഞ്ഞിട്ട് ഡോക്ടർ എനിക്കവളെ വേണം, എനിക്കവളെ ജീവനോടെ വേണമെന്ന് അയാൾ യാചിച്ചു. അപ്പോഴേക്കും വിവരമറിഞ്ഞ് അലീനയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അച്ഛാ. അലീന ഓടി വന്ന് ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട്? അലീന കരയാണ്. അന്നേരം ബാലചന്ദ്രൻ സമാധാനിപ്പിച്ച് പറയുന്നുണ്ട് അവൾക്കൊന്നും സംഭവിക്കില്ല, അവൾക്കൊന്നുമില്ല മോളെ. ഇനി അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാനും ഈ ലോകത്ത് കാണില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ മകളെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ കുറേയധികം മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കട്ടോ വൈജയന്തി കണ്ണു തുറക്കുന്നത്. വൈജയന്തി കണ്ണു തുറന്നു നോക്കുന്ന സമയത്തിന് തൊട്ടരികത്ത് ആകെ കരഞ്ഞു തളർന്നിരിക്കുന്ന ബാലചന്ദ്രനെ കാണും. ആ കാഴ്ച വൈജയന്തിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നത് എന്തിനാ വൈജയന്തി നീ ഇത് ചെയ്തത്? നീ ഇല്ലാത്തൊരു ജീവിതം ഈ ബാലചന്ദ്രനുണ്ടെന്ന് നീ കരുതിയോ? നീ എൻ്റെ ജീവനടി, നീ എന്നെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ സമയത്ത് നീ എന്നോടൊരു വാക്ക് കുറ്റസമ്മതം നടത്തിയിരുന്നെങ്കിൽ ഞാൻ നിന്നോട് എല്ലാം ക്ഷമിക്കുമായിരുന്നു. അന്നേരം വൈജയന്തി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ബാലേട്ടാ, ഞാൻ ജീവിക്കാൻ അർഹതയില്ലാത്തവളാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും വാതിലിൻ്റെ പുറത്ത് ഒരു ശബ്ദം കേൾക്കുന്നത്. അലീന അകത്തേക്ക് വരൂ. അലീനയെ ബാലചന്ദ്രൻ വിളിക്കുന്ന സമയത്തിന് അലീന അകത്തേക്ക് വരുന്നുണ്ട്. വൈജയന്തിക്ക് അവളെ നോക്കാൻ പോലും ശക്തിയുണ്ടായിരുന്നില്ല. അലീന അവളുടെ അരികിൽ വന്നിരുന്നു. ആ കൈകൾ കൂട്ടിപ്പിടിച്ചു. അമ്മേ. അലീന പറഞ്ഞിട്ട് അമ്മ ഇനി കരയരുത്, എനിക്കെല്ലാം അറിയാമായിരുന്നു. അമ്മ എന്നെ വേദനിപ്പിച്ചപ്പോൾ പലപ്പോഴും ഞാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മറക്കാം. ഈ മോളും അച്ഛനും അമ്മയുടെ കൂടെ തന്നെയുണ്ട്. അലീന അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. വൈജയന്തിയുടെ കുറ്റബോധം കണ്ണീരായി അണ പൊട്ടിയൊഴുകി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ വെച്ച് വൈജയന്തി തൻ്റെ ഭൂതകാലം മക്കളോട് തുറന്നു പറഞ്ഞു. ലാലിച്ചൻ എന്നെ ചതിക്കുകയായിരുന്നു മോളെ. നീ ജീവിച്ചിരിപ്പുന്നത് എന്ന കാര്യം ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. എൻ്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരും എല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചു. നീ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ ഞാൻ ഒരിക്കലും മറ്റൊരാളെ വിവാഹം കഴിക്കുമായിരുന്നില്ല. വൈജയന്തിയുടെ വാക്കെല്ലാം കേട്ടതിന് ശേഷം അലീന അമ്മയെ അങ്ങനെ കെട്ടിപ്പിടിക്കും. അതിനുശേഷം പറഞ്ഞിട്ട് അമ്മയെപ്പോലെ തന്നെ അച്ഛനും ചതിക്കപ്പെടുകയായിരുന്നു. അച്ഛൻ അമ്മയെ ഒരിക്കലും ചതിച്ചിട്ടില്ല. അത് കേട്ടതോടുകൂടി തന്നെ വൈജയന്തിക്കൊരു ഞെട്ടലായിരിക്കും. അലീന പറഞ്ഞിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ നാട്ടിലേക്ക് പോയ ദിവസം അച്ഛന് ഒരു ആക്സിഡൻറ്റ് പെട്ടു. ആക്സിഡൻറ്റിന് ശേഷം മാസങ്ങൾക്ക് ശേഷമാണ് അച്ഛന് ബോധം വന്നത്. എണീറ്റ് നടക്കാറായപ്പോൾ അമ്മയെ തേടിക്കൊണ്ട് തന്നെ അച്ഛൻ വീട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അന്ന് അമ്മ തിരുവനന്തപുരത്തായിരുന്നു. ഒടുവിൽ അമ്മയെ അന്വേഷിച്ച് വീട്ടിൽ വന്ന ദിവസം അന്ന് അമ്മയുടെയും ബാലചന്ദ്രൻ്റെ അങ്ങളുടെയും വിവാഹമായിരുന്നു. അതാണ് അമ്മയെ ശരിക്കും സംഭവിച്ചത് എന്നിങ്ങനെ അലീന പറയുന്ന സമയത്ത് തന്നെ വൈജയന്തി ഒട്ടും വിശ്വസിക്കാനാവാതെ ഒരു അത്ഭുതത്തോടു കൂടെ ആയിരിക്കട്ടോ അത് കേട്ടിരിക്കുന്നത്.
അതേ അമ്മേ, ആർക്കും ഒരു ശല്യമാവാതെ അച്ഛൻ ഒഴിഞ്ഞുമാറി. അമ്മയെപ്പോലെ തന്നെ സന്തോഷമില്ലാത്ത ഒരു കുടുംബജീവിതമാണ് അച്ഛൻ്റേതും. അതുകൊണ്ട് അച്ഛനെ അമ്മ ഒരിക്കലും വെറുക്കരുത്. നിങ്ങളെ രണ്ടുപേരെയും ചതിച്ചത് സാഹചര്യങ്ങളും കൂടെയുള്ളവരുമാണ്. അത് കേട്ടതോടുകൂടെ തന്നെ വൈജയന്തി പൊട്ടിക്കരഞ്ഞു. താൻ 12 വർഷമായി സഹിച്ച വേദനകൾ, ലാലിച്ചൻ അനുഭവിച്ച വേദനകൾ. വൈജയന്തി സങ്കടപ്പെടുന്ന സമയത്തിന് അലീന പറയുന്നുണ്ട്, അമ്മ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അമ്മക്ക് ബാലചന്ദ്രൻ അച്ഛനെ പോലെ വളരെയധികം സ്നേഹമുള്ള ഒരാളെയാണല്ലോ കിട്ടിയത്. ഇത്രയും ക്ഷമിക്കാനും സ്നേഹിക്കാനും ആർക്കും കഴിയില്ല അമ്മേ. അമ്മയും അച്ഛനും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണാനാണ് ഈ മോൾക്ക് ഇഷ്ടമെന്നൊക്കെ പറയാണ് അലീന. അലീനയുടെ വാക്കെല്ലാം തന്നെ മുറിയുടെ പുറത്തുനിന്ന് ബാലചന്ദ്രൻ കേൾക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതുപോലൊരു മകളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണമെന്നും, ഇവൾ വൈജയന്തിയുടെ മാത്രം മകളല്ല, ഇവൾ എൻ്റെയും കൂടെ മകളാണ് എന്നിങ്ങനെ ബാലചന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ മുറിയിലേക്ക് കയറി ചെന്നു. അലീനയെയും വൈജയന്തിയെയും തന്നോട് ചേർത്ത് പിടിച്ചു. എൻ്റെ മോളെ, നിന്നെ എനിക്ക് കിട്ടിയതിൽ ഞാനാണ് ഏറ്റവും ഭാഗ്യവാൻ. ബബിതയേക്കാളും കൃഷ്ണമോളേക്കാളും രോഹിത്തിനേക്കാളും ഉയരത്തിലാണ് എനിക്കിപ്പോൾ നീ എൻ്റെ പൊന്നുമോളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ ബാലചന്ദ്രൻ അലീനെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നത്. 3 പേരുടെയും കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരുന്നു. സത്യത്തിൽ തീ ചൂളയിൽ വെന്തുരുകി തിരിച്ചറിവിൻ്റെ പുതിയൊരു തീരത്തേക്ക് ആ കുടുംബം ഒന്നായി നടന്നു കയറുകയായിരുന്നു.